മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ, ആറാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ. കൂടുതൽ വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നുണ്ട്. ഹരികുമാർ, 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫ് വധക്കേസിലെ 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 15 പേരിൽ 3 പേർ കുറ്റക്കാരാണെന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചിരിക്കുന്നു. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ, ആറാം പ്രതി നിഷാദ് എന്നിവരാണ് ഈ വധക്കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഇവർ അല്പസമയത്തിനകം മഞ്ചേരി ജില്ലാ കോടതിയിൽ നിന്ന് ഇവരെ സബ് ജയിലിലേക്ക് മാറ്റും. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. 2019 ഓഗസ്റ്റിലായിരുന്നു സംഭവം. ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്താനായാണ് മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിനെ പ്രതികൾ തട്ടിക്കൊണ്ടുവന്നത്. ഒറ്റമൂലി രഹസ്യം നൽകാൻ വേണ്ടി വലിയ പീഡനം, 1 വർഷം ചങ്ങലക്കിട്ട് പീഡിപ്പിച്ചാണ് വൈദ്യനെ ഒടുവിൽ കൊലപ്പെടുത്തിയത്. ഈ മരുന്നിൻ്റെ രഹസ്യം പറയാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് വൈദ്യൻ കൊല്ലപ്പെട്ടത് എന്നാണ് കേസ്. ക്രൂര പീഡനത്തിനൊടുവിൽ ഷാബാസ് ഷെരീഫ് കൊല്ലപ്പെടുകയായിരുന്നു. ഈ വൈദ്യൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളോ മറ്റൊന്നും തന്നെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കേസുകളിൽ ഒന്നാണ് ഷാബാസ് ഷെരീഫ് കേസ്. എന്തായാലും കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ 15 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ, ആറാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ. മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 3 പ്രതികളുടെ ശിക്ഷ മാർച്ച് 22-ന് വിധിക്കും. ശരി, ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഹരികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.